നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു ടോപ്പിക്കാണ്. അതായത് ഒരു ശാസ്ത്രീയമായ ഒരു ടോപ്പിക്കാണത്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വിഷയങ്ങൾ ഒക്കെ കേൾക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ വീണ്ടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു വർഷത്തിൽ 365 ദിവസം എന്നുള്ളത്. പക്ഷെ അതിനെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ 365 ദിവസം എന്നതാണ്. എന്താണ് ഈ കാൽ ദിവസം? നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശം കൂടി അറിയുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്കറിയാമോ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്നുള്ളത് 36 മണിക്കൂറായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പിന്നെ അതെങ്ങനെ ഇന്നത്തെ 24 മണിക്കൂറായി എന്നാണെങ്കിൽ, ചന്ദ്രൻ നമ്മുടെ ഭൂമിയുമായിട്ട് അകലുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ അകലും തോറും പിന്നെ ദിവസത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയുള്ളൂ എന്നുള്ളൊരു നഗ്നസത്യമാണ്. ടൈഡൽ ഫോഴ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമുക്കറിയാം, ചന്ദ്രനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അത് ഭൂമിയിലുള്ള വെള്ളത്തെ ആകർഷിക്കുന്നു, മറ്റു വസ്തുക്കളെല്ലാം ആകർഷിക്കുന്നു. വെള്ളത്തെയാണ് അതിനെ ഏറ്റവും ആകർഷിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് വേലിയേറ്റം അനുഭവപ്പെടുന്നത്. വേലിയേറ്റം എന്ന് വെച്ചാൽ, പുഴയിലൊക്കെ ഏകദേശം ഞെരിയാണിക്ക് അല്ലെങ്കിൽ മുട്ടിന് വെള്ളം ഒക്കെയുള്ള ഒരു സമയം പെട്ടെന്ന് ആ വെള്ളത്തിൻ്റെ വ്യാപ്തി കൂടുകയും ഹൈറ്റ് കൂടുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തെയാണ് നമ്മൾ വേലിയേറ്റം എന്ന് വിളിക്കുന്നത്. ഇതാണ് ഈ ടൈഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു കൈനറ്റിക് എനർജിയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഏറ്റുവാങ്ങുന്നത് ചന്ദ്രൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും അകലമുണ്ടായിട്ടും ഭൂമിയിൽ നടക്കുന്ന ഈ മുഖാമുഖം വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ശക്തി, ഈ ഫോഴ്സ് ആണ് ഈ കൈനറ്റിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇത് ചന്ദ്രൻ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ചന്ദ്രൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ചന്ദ്രൻ പ്രകാശിക്കുന്നത്. സൂര്യനും ചന്ദ്രനും ഒരേ വലിപ്പമല്ല. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒരേ വലിപ്പമായിട്ടാണ് തോന്നുന്നത്. അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണത്. സത്യത്തിൽ സൂര്യനാണ് ഏറ്റവും വലുത്, ചന്ദ്രൻ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞത്. 36 മണിക്കൂറാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കൂട്ടലിനൊക്കെ അപ്പുറത്തെത്തും. ഇന്നത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അപ്പോൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ വളരെ രസകരമായിട്ടുള്ളൊരിതാണ്. അപ്പോൾ നമുക്ക്
ക്ലോക്ക് ഇല്ലെങ്കിലും ആ ടൈമിങ്ങിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ക്ലോക്ക് ഈ ലോകത്തിലായിട്ടൊന്നും തന്നെ സംഭവിക്കില്ല. അത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പലതും സംഭവിച്ചെങ്കിൽ സംഭവിച്ചേക്കാം. അതായത് ഇപ്പോൾ 24-ന് 12 എന്നുള്ളത് പകലും 12 എന്നുള്ളത് രാത്രിയുമാണ് നമ്മൾ കണക്ക് കൂട്ടി വരുന്നത്. അതുപോലെ തന്നെ 365 എന്ന ഡേറ്റിനെ നമ്മൾ 6 മാസം പിന്നെ വെയിൽ, 6 മാസം മഴ എന്ന രൂപത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. അതിനെ തന്നെ 6-നെ നമ്മൾ വിഭജിക്കുമ്പോൾ 3 മാസം കൊടും തണുപ്പ്, 3 മാസം അല്പം തണുപ്പ് എന്നിങ്ങനെ. അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം തന്നെയാണ്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ 6 മാസം വെയിൽ, 6 മാസം മഴ എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.